ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് അക്ഷരാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമാണ്. മുന്നണികളുടെയും പാർട്ടികളുടെയും അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു വില കൊടുത്തും ജയിക്കാൻ തല പുകഞ്ഞ് തന്ത്രങ്ങൾ മെനയുകയാണ് നേതാക്കൾ. പല തന്ത്രങ്ങളും രഹസ്യമാണ്, ചിലത് സർപ്രൈസ്. നിർണായക പോരാട്ടത്തിൽ അങ്കത്തട്ടിൽ ആരൊക്കെയുണ്ടെന്നതാണ് അതിലും നിർണായകമായ ചോദ്യം. സർപ്രൈസായി ആരൊക്കെ വരും? ചില സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളുടെ പേരുകൾ സജീവമായി ചർച്ചയിലുണ്ട്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറും ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങും. ആരൊക്കെ അംഗം കുറിക്കും? മുന്നണികളുടെ മനസ്സിലിരിപ്പെന്ത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നു ലേബി സജീന്ദ്രനും മുബഷീറും BS രഞ്ജിത്തും. ആദ്യം ലേബി സജീന്ദ്രനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലേബി സജീന്ദ്രൻ, എണ്ണിയെടുക്കാവുന്ന തരത്തിൽ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. UDF ക്യാമ്പിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാം. ഗുഡ് ഈവനിംഗ്. ആരൊക്കെയാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ള പേരുകൾ? സുജയ, സർപ്രൈസായി ഇത്തരം സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഇരിക്കുന്നത്. UDFിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ സർപ്രൈസ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും അച്ചു ഉമ്മന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ KSU കാലത്തേക്ക് വളരെ സജീവമായി വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചയാളാണ്. അതുമാത്രമല്ല, എക്കാലവും ഉമ്മൻചാണ്ടിയുടെ പേരിനോട് ചേർത്ത് വായിക്കുന്ന ഒരു പേരുമാണ് അച്ചൂമ്മന്റെ. അതുകൊണ്ട് തന്നെ അച്ചൂമ്മൻ കടന്നു വരിക എന്നുള്ളത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാം സ്വീകാര്യമായിരിക്കുന്ന ഒരു കാര്യവുമാണ്. അച്ചു ഉമ്മൻ സമ്മതിക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരിലായിരിക്കും സാധ്യത ആദ്യം കൽപ്പിക്കുന്നത്. ചെങ്ങന്നൂർ പൊതുവെ ഒരു ഓർത്തഡോക്സ് പ്രാധാന്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ തന്നെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നു. അതല്ലെങ്കിൽ സുജയ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മക്കൾ എന്നുള്ള വിശേഷണം മാത്രമല്ല ഇതിലുള്ളത്. ഉമ്മൻചാണ്ടിയുടെ മകളായതുകൊണ്ട് അച്ചു ഉമ്മന് ആ ഒരു രീതിയിൽ, അതായത് അച്ചു ഉമ്മന്റെ സഹോദരൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നുണ്ട് എന്ന് കരുതി അയോഗ്യത കൽപ്പിക്കേണ്ട കാര്യമുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നില്ല. കാര്യം അച്ചു ഉമ്മൻ വളരെ സ്വീകാര്യമായ ഒരു മുഖമാണ് കോൺഗ്രസിന്റെ. ആ ഒരു ഘട്ടത്തിൽ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പോലും അച്ചു ഉമ്മൻ കടന്നു വരികയാണെങ്കിൽ, അച്ചു ഉമ്മൻ അതിന് സമ്മതം നൽകുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ഞാൻ കാണുന്നില്ല കാര്യങ്ങളൊന്നും. അച്ചു ഉമ്മൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മത്സര രംഗത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിനെ നേതാക്കളും പ്രവർത്തകരും ആരും തന്നെ എതിർക്കാൻ സാധ്യതയുമില്ല. സുജയ, മറ്റൊരു പേര് ഉയർന്നു കേൾക്കുന്നത് മുൻ മന്ത്രി തച്ചടി പ്രഭാകരന്റെ മകൻ വിജു പ്രഭാകരന്റേതാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി നമുക്കൊക്കെ പരിചിതനായ ആളാണ് അദ്ദേഹം. തച്ചടി പ്രഭാകരന്റെ മകനായതുകൊണ്ട് തന്നെ കായംകുളം മണ്ഡലവുമായി ചേർത്ത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. അദ്ദേഹവുമായി പ്രാഥമിക ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംസാരമൊക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും മനസ്സ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബിജു പ്രഭാകരനെയും ഉണ്ടാകും. ലേബിക്ക് മത്സരിക്കാൻ പദ്ധതിയൊന്നുമില്ലല്ലോ അല്ലേ? തീർച്ചയായും പദ്ധതിയില്ല. സുജയ്ക്ക് മോഹമുണ്ടെന്ന് തോന്നുന്നു ഈ ചോദ്യം കേൾക്കുമ്പോൾ. ഏതായാലും എനിക്ക് തൽക്കാലം അങ്ങനെ ഒരു